വണക്കം, പൊളിമിക്സ് ആണ്. ഏവർക്കും സ്വാഗതം. പരിപാടികൾ ആരംഭിക്കുകയാണ്. വിളക്ക് കൊളുത്തുന്നത് വിളക്കിനേക്കാൾ ഒളിയുള്ള മാണിക്യമാണ്, പാലായിലെ മാണിക്യം. ഇനി ഫോട്ടോ സെഷനാണ്. ഫോട്ടോ എടുക്കൽ. വിജയത്തിന്റെ ചിഹ്നമായി രണ്ട് വിരലുകൾ വിജയം ഉയർത്തിപ്പിടിക്കുന്നു. പുറകെ നിൽക്കുന്നവർ കൂടി ദയവായി സഹകരിക്കും. ബഹുമാനായ മാണിസാറിനൊപ്പം ഒരു ഫോട്ടോ സെഷന് വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും ഒരു തവണ കൂടി എഴുന്നേറ്റ് നിൽക്കണം എന്നാണ്. തൻ്റെ മണ്ഡലത്തിലെ, അതായത് പാലായിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ മുഴുവൻ അഭിനന്ദിക്കുന്നതിനായി മാണിസാർ തന്നെ സംഘടിപ്പിച്ചതാണ് ഈ മഹായോഗം. നമുക്ക് ജീവിതം എന്ന് പറയുന്നത് എവിടെയും മത്സരം. എവിടെ ചെന്നാലും നമ്മുടെ സമൂഹത്തിൽ വ്യാപാരികൾ തമ്മിൽ മത്സരം, വ്യവസായികൾ തമ്മിൽ മത്സരം, അധ്യാപകർ തമ്മിൽ മത്സരം, കർഷകർ തമ്മിൽ മത്സരം, എവിടെയും രാഷ്ട്രീയക്കാർ തമ്മിൽ മത്സരം, എവിടെയും മത്സരമാണ്. മത്സരിച്ച് വിജയിക്കുവാനല്ലാതെ നമുക്ക് സാധ്യമല്ല. എവിടെയും മത്സരിച്ച് വിജയിക്കണം. അത് കായിക രംഗത്തായാലും ബൗദ്ധിക രംഗത്തായാലും മത്സരിച്ച് വിജയിക്കാനേ കഴിയൂ. മത്സരക്ഷമത നമ്മൾ കൈവരുത്തുക എന്നുള്ളതാണ്. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ എന്നായിരുന്നു പണ്ടൊക്കെ ജ്ഞാനികൾ കുട്ടികളെ പാടി പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ കാലം മാറിയില്ലേ? നമുക്ക് മത്സരമാണ്. ലോക രാജ്യങ്ങളുമായിട്ടുള്ള മത്സരമാണ്, ലോക ജനതയുമായിട്ടുള്ള മത്സരമാണ്. ആ മത്സരത്തിന് വിജയിക്കണമെങ്കിൽ നല്ല മത്സരക്ഷമത നമുക്കുണ്ടായി എങ്കിൽ മാത്രമേ ഒക്കുകയുള്ളൂ. ആ മത്സരക്ഷമത കൈവരുത്തുക ഇപ്പോഴതിന്റെ ഒരു തയ്യാറെടുപ്പാണ്. നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന വിജയം ആ ഭാവി ജീവിതത്തിലേക്കുള്ള വിജയത്തിന്റെ ഒരു തയ്യാറെടുപ്പാണ്. അത് നിങ്ങൾക്ക് ആ ഭാവി ജീവിത വിജയത്തിന് തീർച്ചയായും ഉപകരിക്കും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. ഭാവി ജീവിതം കേരള കോൺഗ്രസിൽ തന്നെയാണെങ്കിൽ തീർച്ചയായും ഉപകരിക്കുമെന്നതിന് പൊളിമിക്സിന് യാതൊരു സംശയവുമില്ല. പാലാ നിയോജക മണ്ഡലത്തില് ഇപ്പൊ ഞാൻ MLA ഫണ്ട് ഉപയോഗിച്ച് പാലാ നിയമനത്തിലെ എല്ലാ കുട്ടികൾക്കും എനിക്ക് വലിയൊരു സംതൃപ്തിയുണ്ട്. അവിടെ വലിയൊരു കാര്യമൊന്നും പറയുന്നില്ല. പാലായിലെ എല്ലാ സ്കൂളുകളും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കളഞ്ഞോ തല്ലിപ്പൊട്ടിച്ചോ മോശമായോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ എല്ലാ സ്കൂളുകൾക്കും കമ്പ്യൂട്ടർ നൽകിയിരുന്നു. അത് ചെയ്യാൻ MLA എന്ന നിലയിൽ എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ പ്രദാനം ചെയ്യുവാൻ കഴിഞ്ഞെനിക്ക് വലിയ സന്തോഷമുണ്ട്. 5 കൊല്ലം കഴിയുമ്പോഴേക്ക് ഈ കുട്ടികളെല്ലാം വോട്ടർമാരായിരിക്കുമെന്ന് നന്നായി അറിയുന്നയാളാണ് മാണിസാർ. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തൻ്റെ മുഖം അവരുടെ മനസ്സിൽ ഇപ്പോഴേ പതിപ്പിക്കാനാണ് ഈ കഷ്ടപ്പാടെല്ലാം. ഞാൻ കയറി വന്നപ്പോ എന്റെ ഒരു ഫോട്ടോ കൂടെ ഇരിക്കുന്നത്. അപ്പൊ ഞാനതുപോലെ ഇത് വളരെ മോശമാണ്. എന്റെ മീശേറി കൂടിയുള്ള ഒരു വലിയൊരു പാടം അങ്ങനെ എനിക്കുണ്ടോ ഇല്ലല്ലോ. അപ്പൊ ഏത് ജോലി ചെയ്താലും നന്നായി ജോലി ചെയ്യണം. പെയിന്റ് ചെയ്ത് നോക്കില്ല, അങ്ങനെ വേറെ കുറ്റം പറയല്ല. അപ്പൊ ഇത് ഞാൻ തന്നെ നടത്തുന്ന എന്റെ പരിപാടിയിൽ എന്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന എന്റെ മീശ വേണ്ട നിലയിൽ വെച്ചില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ആ ജോലി നല്ലപോലെ ചെയ്തില്ല എന്നുള്ളതാണ്. ഏത് ജോലിയും ഭംഗിയായിട്ട് ചെയ്യണം. എന്ത് ജോലിയും ഭംഗിയായിട്ട് ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് ജീവിതം ഭംഗിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് മാണിസാറിനെ. നമ്മൾ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പരിതപിക്കേണ്ടി വരും. ഒരു ദുഃഖം ഉണ്ടാവും, മനസ്സിൽ ഒരു മനസാക്ഷി കടി ഉണ്ടാവും. അയ്യോ, ഞാനന്ന് കുറച്ചുകൂടി നല്ലപോലെ പഠിച്ചിരുന്നുവെങ്കിൽ
ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെ ഞാൻ എന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റിയിരുന്നുവെങ്കിൽ അതെല്ലാ രംഗത്തും മനുഷ്യർക്ക് അങ്ങനെയുള്ളതാണ്. കിട്ടിയ ആ ചാൻസ്, ആ കിട്ടിയ അവസരങ്ങൾ ശരിയായിട്ട് വിനിയോഗിക്കുന്നില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് വരും. അത് പിന്നെ തിരികെ കിട്ടുകയില്ല. വലിയൊരു നഷ്ടമാണ്. ഏത് അവസരങ്ങളാവട്ടെ, കിട്ടിയ അവസരങ്ങൾ വിനിയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പിന്നെ നമുക്ക് അത് നികത്താൻ കഴിയില്ല. മനസാക്ഷിക്കുത്തിന്റെ സുവിശേഷം കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വരുമ്പോൾ കൂടുതൽ ജ്ഞാനികളെ കാണാം. മാണിസാർ മാത്രമല്ല കേട്ടോ, ആത്മജ്ഞാനം നേടിയവരൊക്കെയും ജീവിതത്തെക്കുറിച്ച് സത്യം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യരെയൊക്കെ നിലനിർത്തുന്നത് ആഗ്രഹങ്ങളും മോഹങ്ങളും. ജീവിതത്തിന് ആയി പിള്ളേർ വലുതാവും, നമ്മുടെ കാര്യം നോക്കാം, അവരെ പഠിപ്പിക്കണം. പാർട്ടി നല്ല ആരോഗ്യസ്ഥിതിയിലാണെങ്കിൽ നമുക്ക് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. ആളുകളുടെ സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ ആളുകളുടെ ഒരു മതിപ്പുണ്ടാവും. അപ്പോൾ ഇന്ന് നടക്കുമ്പോഴല്ല നമ്മൾ നടക്കുന്നത്. കൈയൊക്കെ കുറച്ചുകൂടെ മനസ്സിലൊക്കെ പെരുക്കി സന്തോഷമായിട്ടുള്ള പോക്കാം. എന്നെ കണ്ടാൽ എന്നെപ്പാരും നരകപ്പാരെന്നുള്ള മട്ടിലാണ് പറഞ്ഞു സഞ്ചരിക്കുന്നത്. പിന്നെ ഒരു സ്ഥാനവും കൂടെ എനിക്ക് പറയണ്ട. പറഞ്ഞു വന്നാൽ അതിനുള്ള അവസ്ഥ ഇപ്പോൾ ചന്ദ്രചൂഡൻ സഖാവിൻ്റെ പാർട്ടിക്കില്ല. ഏതിനുള്ള അവസ്ഥ? നെഗളിക്കാനുള്ള അവസ്ഥ. ഒരു എടുത്തുചാട്ടം എല്ലാം കളഞ്ഞു കുളിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇടതു മുന്നണിയിൽ നിന്നും വലതു മുന്നണിയിലേക്ക് മാറിയ ആ ഒരു ശീഘ്രഗതി ഉണ്ടല്ലോ, അത് വേണ്ടായിരുന്നു. അത്ര വേഗത വേണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കാൻ നിങ്ങൾക്ക് അതന്ന് പറഞ്ഞുകൂടായിരുന്നു? പറയാമായിരുന്നു. പറയാത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു. അതുകൊണ്ടായി പറഞ്ഞത്. എവിടെയെങ്കിലുമൊക്കെ പറയണമല്ലോ. കുമ്പസാരം നമുക്ക് നല്ലതാണ്. കുമ്പസരിച്ചു പോകും. ഏത് റെവല്യൂഷണറി സോഷ്യലിസ്റ്റും കുമ്പസരിച്ചു പോകും. ഇത്ര ദാരുണമായൊരു തോൽവി മുമ്പ് ഉണ്ടായിട്ടില്ല. ഞാനൊക്കെ പറയുമ്പോൾ പറയും ഇത് ആദ്യമല്ല, ഇതിന് മുമ്പും 0 പാർട്ടി ആയിട്ടുണ്ട്. പക്ഷെ അന്ന് 0 പാർട്ടി ഏത് RSP ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചത്. അന്ന് ഈ മുന്നണികളൊന്നും ഇല്ല, വലുതായിട്ടില്ല. ഇടതുപക്ഷ പാർട്ടികൾ ചേർന്നൊരു മുന്നണിയേ ഉള്ളൂ. മറ്റേ കോൺഗ്രസ് ഒറ്റയ്ക്ക്, UDF ഒന്നുമില്ല. അപ്പോൾ അന്നത്തെ 0 പാർട്ടിയും ഇന്നത്തെ 0 പാർട്ടിയും തമ്മിൽ അജഗജാന്തരമുണ്ട്. ആടും ആനയും പോലുള്ള വ്യത്യാസം. ഇത് ദയനീയമായ, ദാരുണമായ, അസഹനീയമായ തോൽവിയാണ്. ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് വിലയിരുത്തണം. തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ ഒക്കെ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ചെയ്യണം. തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് ജനങ്ങളും പാർട്ടിക്കാരും പറഞ്ഞിരിക്കുക. നിങ്ങൾക്ക് എന്തോ കാര്യമായ തകരാറുണ്ട്, അല്ലെ വോട്ട് ചെയ്യണ്ടേ? അതിൻ്റെ, അതായത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ അന്വേഷിച്ചാൽ എത്തിച്ചേരുക കോൺഗ്രസ്സുകാരുടെ മുറ്റത്താണ്. UDF മത്സരിക്കുമ്പോൾ മത്സരിച്ച സഹാക്കളും പ്രവർത്തിച്ച നമ്മുടെ സഹാക്കളും ഒക്കെ പറയുന്നത് അതിൽ 4 കോൺഗ്രസ് പാർട്ടി ഉണ്ടാകും. ഇലക്ഷൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളിലും 4 പേരെ കാണും കോൺഗ്രസ്സുകാർ. അവർക്കെല്ലാം ആളുണ്ട് വേറെ. അവരെല്ലാം പ്രീതിപ്പെടുത്തണം. മറ്റൊരു പാർട്ടി സെക്രട്ടറി, ഒരു നേതാവിനെ നമ്മൾ പ്രീതിപ്പെടുത്തിയാൽ മതി. ഇതല്ല 4 പേര്. അവർ തമ്മിൽ മത്സരമായി. ഇത് എന്നെ കണ്ടിട്ട് എൻ്റെ ആളുടെ പേരിൽ. പിന്നെ ഈ ജയിപ്പിക്കണമെന്നൊരു വാശി, സ്വന്തം പാർട്ടിക്കാരെ പോലെ ജയിപ്പിച്ചേ തീരുമെന്നൊരു വാശി ഉണ്ടായില്ല. അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരത്ത് രാജഗോപാലൊക്കെ ജയിച്ചത്. അങ്ങനെ ഘടകകക്ഷികൾ വലിയ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ പോലെ ഒരു ഊർജ്ജസ്വലതയുമില്ല. കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല, പണ്ട് കുറെ കൂടെ കെട്ടിടപ്പെട്ടൊരു പാർട്ടിയായിരുന്നു. കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല എന്ന് പറയുമ്പോൾ മറുപുറത്ത് CPM പഴയ CPM അല്ല എന്നതും കാണാതിരുന്നുകൂടാ. ഇതുവരെ നോക്കിയാൽ കഴിഞ്ഞ 1 മാസം ചില്ലറയായിട്ട് LDFന്റെ ഭരണം സാമാന്യം ഭേദമായിട്ടാണ് നടക്കുന്നത്. അച്ചടക്കമുണ്ട്. പറയുന്ന കാര്യം ഇപ്പോൾ കള്ള് ഷാപ്പ് തുറക്കുന്ന, നല്ല ബാർ തുറക്കുന്നത് പോലും നേരത്തെ പറഞ്ഞിട്ട് തുറക്കാൻ പോവുക. ഞാനീ ഒന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. 1 മാസം കൊള്ളാം. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ജനപിന്തുണ കിട്ടും. CPM മാത്രമല്ല, പിണറായി വിജയൻ പോലും മാറിയിട്ടുണ്ടെന്നാണ് RSPയുടെ ജനറൽ സെക്രട്ടറി വിലയിരുത്തുന്നത്. ഇപ്പോൾ വാവിട്ട് പറയേണ്ടത് ഞാൻ അഹങ്കാരി എന്ന് പറഞ്ഞാൽ ഞാൻ പരമസാധുവാണ്. നമുക്കെല്ലാം അറിയുന്നത്. അദ്ദേഹത്തിനൊരു പരമസാധു വിളിച്ചിരിപ്പുണ്ടായിരുന്നു നമ്മളിപ്പോഴല്ലേ അറിയുന്നത്. അദ്ദേഹം കൈകൂപ്പി പറയുകയാണ് ഞാൻ ധിക്കാരിയാണെന്ന് പറയുന്നത്.
അഹങ്കാരിയാണെന്ന് പറയും. ഞാനൊരു പരമസാധു ആ ആളിനല്ലേ നമ്മളൊക്കെ പത്രക്കാരുമൊക്കെ ധിക്കാരിയായിട്ടും അഹങ്കാരിയായിട്ടും എതിരാളികളെ വകവരുത്തുന്നവനായിട്ടും PS അച്യുതാനന്ദനായിട്ടും പന്ത് തട്ടുന്നവനായിട്ടും ഒക്കെ കാണുന്നു. ആ സാധു തന്നെയാണ് പണ്ടൊരിക്കൽ ചന്ദ്രചൂഡനെ നാക്ക് വാടകയ്ക്ക് കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞത്. അതൊക്കെ പണ്ട്. ഇപ്പോൾ സാധുവാണ് എന്ന് മാത്രമല്ല, സാധുവാണ് എന്ന് തെളിയിക്കാൻ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുമായാണ് നടക്കുന്നത്. പിന്നെ പ്രതിപക്ഷ നേതാവിന് അറിയാലോ, നല്ലതുപോലെ അറിയാലോ, അങ്ങക്ക് അറിയാലോ, ഞാനൊരു കരുത്തരൊന്നും അല്ലാതെ, ഞാനൊരു മഹാസാധു ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ കരുത്തരെന്ന് വിശേഷിപ്പിക്കുന്നത് കൊണ്ടൊന്നും വീണ് പോകേണ്ട കാര്യം എനിക്കില്ല. അതിന് അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ടതായിട്ടില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് RSPക്കും നമ്മുടെ PC ജോർജിനെ പോലെ LDFലോ UDFലോ അല്ലാതെ ജനപക്ഷത്ത് നിൽക്കാമെന്ന് ചുരുക്കം. പറഞ്ഞത് രണ്ടു സത്യം പറയാൻ മടിക്കേണ്ട കാര്യമില്ല. ആര് നല്ലത് ചെയ്താലും തള്ളിപ്പറയേണ്ട കാര്യമില്ല. അത് പിണറായി വിജയനാണോ ഉമ്മൻചാണ്ടി എന്ന് മാത്രം നോക്കി പറയരുത്. ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന മിതത്വമൊക്കെ വിജയൻ ഇപ്പോൾ കാണിക്കുന്നു. പക്ഷേ സംസ്ഥാന സെക്രട്ടറിക്ക് ജനറൽ സെക്രട്ടറിയുടെ പൊളിറ്റിക്കൽ ലൈൻ അത്രയങ്ങ് ബോധ്യപ്പെടുന്നില്ല. അസീസ് സഖാവിന്റെ സ്വരം വേറെയാണ്. ഇപ്പൊ ഗവൺമെന്റ് അധികാരത്തിൽ വന്നല്ല, പുതിയ ഗവൺമെന്റ് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞല്ലേ പുതിയ ഗവൺമെന്റ് വന്നു. ഇപ്പൊ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ശരിയാവും, ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാവും. ഇപ്പൊ എന്താ ശരിയായി? നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി ഉയർന്നില്ലേ? ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഏത് സാധനത്തിനാണ് വില ഉയരാത്തത്? പച്ചക്കറി സാധനം ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില 4 ഇരട്ടി ആയില്ലേ? ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. തോമസ് ഐസക് പറയുന്ന 10% മുതൽ 20% വരെ നികുതി വർധനവ് എന്റെ ബഡ്ജറ്റിൽ വരുത്താൻ പോവുകയാണ്. 8ാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിക്കും. നികുതി വർധനവാണ്. എന്തിനാണ് നേരത്തെ കൂടി പറയുന്നത്? വിലവർധനവിനെ ന്യായീകരിക്കാൻ, വീണ്ടും വിലവർധനവുണ്ടാകും, അതിനെ ന്യായീകരിക്കാൻ തോമസ് ഐസക് അതേ മുൻകൂർ ജാമ്യമെടുത്തിരിക്കുകയാണ്. തന്നെയുമല്ല, ഖജനാവ് കാലി. പണ്ട് ഞാൻ 2001 നിയമസഭാ സാമാജികനായിരുന്ന കാലഘട്ടത്തിലും അന്നും ഈ ധവളപത്രം ഇറങ്ങിയിട്ടുണ്ട്. അന്ന് തോമസ് ഐസക്കിന് വേണ്ടി ധവളപത്രത്തെ ന്യായീകരിച്ച് പ്രസംഗിച്ച ഒരാളാണ് ഞാൻ. എന്താ ധവളപത്രം? കണക്കുകൾ കൊണ്ടുള്ള കച്ചറത്തല്ലേ? രാഷ്ട്രീയ രൂപരേഖയല്ലേ? ഒരു ധവളപത്രം ഇറക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ, ജനങ്ങളെ പറ്റിക്കാൻ, ഒരു കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഇനി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ ഉടനെ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് അതിനൊരു മറയായിട്ടാണ് ധവളപത്രം. ജനറൽ സെക്രട്ടറിക്ക് തോന്നുന്നത് പോലെ മുന്നണി മാത്രം അത്ര വലിയൊരു തെറ്റായിപ്പോയി എന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് തോന്നുന്നില്ല. തോന്നാൻ കാരണവും കാണുന്നില്ല. ഭരണത്തിൽ വന്നപ്പോ ഇനി ഭരണം മാത്രം മതി എന്നുള്ളതിനായി CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ RSP യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ CPIM-കാരൻ ചോദിക്കുമായിരുന്നല്ലോ. എന്താ ചോദിക്കുന്നത്? നിങ്ങളുടെ ദേശീയ നയമാണോ ഇവിടെ കോൺഗ്രസുമായി മുന്നണി ബന്ധം സ്ഥാപിച്ചത്? പല ആളുകളും നമ്മളോട് ചോദിക്കുമായിരുന്നു, നിങ്ങളുടെ ദേശീയ നയമാണോ? ഞങ്ങള് അവിടെ കോൺഗ്രസുമായി മുന്നണി ബന്ധമില്ല, ഇവിടെ കോൺഗ്രസുമായി മുന്നണി ബന്ധം സ്ഥാപിച്ചത്. ഞാനിപ്പോൾ ചോദിക്കുന്നത്, നിങ്ങളുടെ ദേശീയ നയമാണോ ബംഗാളിൽ നിങ്ങൾ കോൺഗ്രസുമായി മുന്നണി ബന്ധം സ്ഥാപിച്ചത്? അവരുടെ ദേശീയ നയമാണോ? അവിടെ ഇപ്പൊ 2 ചേരിയല്ലേ? CPIM എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 ചേരിയല്ലേ? ഒന്ന് കേരളത്തിലെ നയമാണോ അവിടെ സ്വീകരിച്ചത്? അവിടുത്തെ നയമാണോ അവിടെ സ്വീകരിച്ചിരിക്കുന്നത്? അപ്പൊ നമ്മെ ആക്ഷേപിച്ച ആളുകൾ നമ്മൾ സ്വീകരിച്ച RSP കേരളത്തിൽ സ്വീകരിച്ച രാഷ്ട്രീയ സമീപനത്തോടൊപ്പം അവർ ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്നുള്ളതിന്റെ സൂചനയല്ലേ അവിടെ കോൺഗ്രസുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കിയത്? ആ തെരഞ്ഞെടുപ്പ് സഖ്യത്തിന്റെ ഫലമായി എന്താ സംഭവിച്ചത്? കോൺഗ്രസിന് ഗുണം കിട്ടി. CPM-ഉം RSP-യും വാർവേഡ് കുളക്കും അതുപോലെ CPI-കാരനും തകർന്നടിഞ്ഞു. അതിനാൽ ജനറൽ സെക്രട്ടറിയോട് RSPയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പറയാനുള്ളത് ഇതാണ്. അപ്പൊ അതുകൊണ്ട് തെറ്റായ ഒരു രാഷ്ട്രീയ സമീപനമാണ് നാം സ്വീകരിച്ചതെന്ന് അങ്ങനെ വിളിച്ചുപോയി പറയാനൊന്നും കഴിയില്ല. നമുക്ക് നമ്മുടെ അണികളോടും ജനങ്ങളോടും പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. വേണ്ടി വന്നാൽ RSPക്ക് ഇനിയും ഒരു പിളർപ്പിന് ഭാര്യമുണ്ട് എന്ന് മനസ്സിലായ സ്ഥിതിക്ക് പൊളിമിക്സ് ഒരിടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഒരാളെ അന്വേഷിച്ച് കണ്ടെത്താനുണ്ട്.
കാണാനില്ല എന്നൊരു പരാതി 2 ദിവസം മുമ്പ് ഉയർന്നു വന്നത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. PC ജോർജ് നിയമസഭയിലാണ് അങ്ങനെ ഒരു പരാതി ഉയർത്തിയത്. സർ, ഈ നമ്മുടെ ഗവൺമെൻറ്റിനെ പറ്റി ഏത് ഗവൺമെൻറ്, അത് അച്യുതാനന്ദൻ ഗവൺമെൻറ്, കരുണാകരൻ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇങ്ങനെയാണ് പറയാറ്. പക്ഷേ ഈ ഗവൺമെൻറ്റിനെ പറ്റി പിണറായി ഗവൺമെൻറ് എന്ന് പറയാൻ ഒരു മടി ആവശ്യമില്ല. അതിന് കാരണം പിണറായി വിജയൻ്റെ നേരെ നിൽക്കാൻ കഴിവുള്ള ഒരെണ്ണവും അവിടെ ഇല്ല. പിണറായി വിജയൻ്റെ കയ്യിലാണ് സാർ കേരളത്തിൻ്റെ ഭരണം പൂർണ്ണമായി. എന്താ കാര്യം? ഞാൻ അനുകൂലിക്കാമെന്ന്. അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും തെളിവില്ല. അങ്ങനെ ഒരു പരാതി വന്ന സ്ഥിതിക്ക് പൊളിമിക്സ് അന്വേഷിച്ചു, കോടിയേരി ബാലകൃഷ്ണനെ കണ്ടെത്തുകയും ചെയ്തു. പൊളിമിക്സ് കാണുമ്പോൾ അദ്ദേഹം പിണറായി സർക്കാരിന് വേണ്ടി രക്തം ശേഖരിക്കുകയായിരുന്നു. ജനങ്ങൾ പോരാട്ടത്തിൽ കൂടി അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരീകരിക്കാനുള്ള ഏതൊരു നീക്കത്തെയും ജനങ്ങൾ ചോരയും നീരും ജീവനും നൽകി പിണറായി വിജയൻ സർക്കാരിനെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ കഴിയത്തക്ക വിധത്തിൽ കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് വരേണ്ടുന്നൊരു കാലഘട്ടമാണിത്. എന്തിനാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെ രഹസ്യമായി നടന്ന് ആളുകളെ സംഘടിപ്പിക്കുന്നത് എന്നല്ലേ? അതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ആത്മസംയമനം പാലിക്കാനാണ്. ആത്മസംയമനം. AK ആന്റണി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ വന്ന് KPCC യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, എല്ലാ കോൺഗ്രസ്സുകാരും ജയിലിൽ പോകാൻ തയ്യാറാവണം. കോൺഗ്രസ്സുകാരെന്തിനാണ് ജയിലിൽ പോകേണ്ടത്? ഇവിടെ ഇടതുപക്ഷ മുന്നണി സർക്കാർ ആരെയും വെറുതെ ജയിലിൽ നടക്കുന്നൊരു സർക്കാരല്ല. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കാണ് ജയിൽ. കോൺഗ്രസ്സുകാർ ജയിലിൽ പോകണം എന്ന് ആന്റണി പറഞ്ഞതിൻ്റെ അർത്ഥം കോൺഗ്രസ്സുകാർ കുറ്റകൃത്യങ്ങൾ ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്യുകയാണ് AK ആന്റണി ചെയ്തത്. അതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് സമരം, KSU സമരം, എല്ലാ സമരങ്ങളിലും അക്രമമാണ്. പോലീസിനെ കല്ലെറിയുക, പോലീസിനെതിരെ പ്രകോപനം സൃഷ്ടിക്കുക, അങ്ങനെ അക്രമം നടത്തി പോലീസിന്റെ ആക്ഷൻ ക്ഷണിച്ചു വരുത്തുക. ഇതാണ് കോൺഗ്രസ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന സമരപരിപാടി. കുറച്ച് സമരം നടത്തി നോക്കിയെങ്കിലും നമ്മുടെ സർക്കാർ ആത്മസംയമനം പാലിക്കുക, അവരുണ്ടാക്കുന്ന ഈ പ്രകോപനത്തിൽ പെട്ടുപോകാതെ ആത്മസംയമനം പാലിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ ഇവർ നടത്തിയിട്ടുള്ള സമരങ്ങളെ എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ എന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും മാത്രമല്ല കേട്ടോ, ABVPക്കാരെയും ആത്മസംയമനം കൊണ്ടാണ് പിണറായി സർക്കാർ നേരിടുന്നത്. Police!
ഗാന്ധിയന്മാരെക്കാൾ ആത്മസംയമനം പാലിക്കാൻ കഴിയുന്ന ഒരു പോലീസ് സേനയെ കാണിച്ചു തന്ന പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പൊളിമിക്സ് അവസാനിക്കുന്നു. ഇനി കാണും വരെ ശാന്തി ശാന്തി ശാന്തി.